ഇപ്പോൾ ഏകദേശം ടൈം 1:01. ഇപ്പം ഞങ്ങൾ പോണത് നൈറ്റ് ക്രേവിങ്സും നടക്കാനാണ്. കുറച്ച് ചായയും കുറച്ച് എന്തെങ്കിലും കഴിക്കാൻ പോകും. അതാ നമ്മൾ ഇത്രയും പേരാണ് നമ്മളോട് അല്ല. ഞങ്ങൾ 3-4 പേരാണ് ടോട്ടൽ പോണേ. ഏകദേശം നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി തണുപ്പാണ്. ഏകദേശം എത്ര ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും ഇപ്പോൾ? ഏകദേശം 5 or 4 ഒക്കെയാണ്. നിങ്ങൾ ഒന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ നോക്കട്ടെ. അപ്പം ഞങ്ങളെ നൈറ്റ് ഡ്രൈവിങ്സ് അടങ്ങാനും വേണ്ടി ഞങ്ങൾ പുറത്ത് പോവാണ്. നൈറ്റ് ഡ്രൈവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 റിയാലിന്റെ ചായ കുടിക്കാൻ പോണതാണ്. പക്ഷെ ഡയലോഗ് മുന്നിൽ പോണ്ട് എവിടെ കയറുന്നില്ലൊരു സംശയമാണ്. ഇവിടെ കയറണോ? അവിടെയുള്ള ചായയിൽ പാല് കുറവാണ്. അവിടെയുള്ള ചായയിൽ പാല് കുറവാണ്. അവിടെയുള്ള ചായയിൽ പഞ്ചസാര കുറവാണ്. അവിടെയുള്ള പുതിയ കണ്ടുപിടുത്തം. പിന്നെ തേയിലപ്പൊടി കുറവാണല്ലോ. പാല് കൂടുതലുണ്ടെങ്കിൽ പഞ്ചസാര കുറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. മുതലാവും. അതുകൊണ്ട് ചില്ലീസ് റെസ്റ്റോറന്റിൽ കയറാം. ചില്ലീസ് ക്ലോസ് ആയെന്നാ പറയും. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു ബഗാലിൽ കയറിയിട്ട് കാരംസിന്റെ സ്ട്രൈക്കറും പൗഡറും ഉണ്ടോന്ന് ചോദിക്കാൻ പോവാണ്. പൗഡറും സ്ട്രൈക്കറും മാലും അപ്പൊ അങ്ങനെയാണ്. ഇവിടെ ഉണ്ടോ ഇല്ല നോക്കട്ടെ. പൗഡറും സ്ട്രൈക്കറും മേടിക്കണം എന്നിട്ട് റൂം. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ ഓരോ എന്തോ പൊട്ടറ്റോ ക്രാക്കിൾ പറഞ്ഞ സാധനം. പൊട്ടറ്റോ അല്ല, ബംഗ്ലാദേശിലെ സുമാത്ര നദിക്കരയിൽ നിന്നും വിളഞ്ഞെടുക്കുന്ന കിഴങ്ങിൽ ഉണ്ടാക്കിയ പ്രത്യേകതരം ചിപ്സ്. സൗദിയിൽ മാത്രം കിട്ടുന്നതാണ്. ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? അപ്പൊ ലാസ്റ്റ് മേടിച്ച പൊരിയും കൊണ്ട് നമ്മള് താജ് റെസ്റ്റോറന്റിൽ തന്നെ കയറി. അങ്ങോട്ടും ഇങ്ങോട്ടും 3 വട്ടം നടന്നു. മുംബൈ താജിലെ ഓണറുടെ അനിയന്റെ കട. അത്രേ ഉള്ളൂ. കണ്ടോ കഴിക്കുന്നു. അപ്പോ നമ്മുടെ സാധനം വന്നിട്ട് 2 ബർഗർ 2 ഷവർമ. അപ്പൊ ഞാനിതവിടെ ബീഫ് ബർഗറും കോഫി. അവിടെ ബീഫ് ബർഗറും അവക്കാഡോവും ഹെൽത്തി. ഇവിടെ ഷവർമയും കോഫി. അപ്പൊ ഞങ്ങള് എല്ലാരും ഒന്ന് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇതാണ് കോംബോ. നമുക്ക് കോഫിയും ബർഗറും എങ്ങനെയുണ്ട് കോംബോ നോക്കാം. കോഫിയും ബർഗറും ചായ. ഒരു ആവറേജ് ബർഗറും നല്ല അടിപൊളി കോഫി. ഇനി ഗൈസ് ചെറിയൊരു പ്രശ്നമുണ്ട്. എല്ലാവരും കാർഡ് പിടിക്കും. ഏത് കാർഡാ സെലക്ട് ചെയ്യണം ആ കാർഡിന് പൈസ പോകും. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇതാ ഗൈസ് നമ്മളെ കൂട്ടത്തിലെ പണക്കാരെ. ഇതാ ഒന്നും നോക്കിയില്ല, കാർഡ് എടുത്ത് എറിഞ്ഞു. നമ്മള് ഏകദേശം എല്ലാം കഴിഞ്ഞു. നമ്മളെ ബില്ലൊക്കെ സെറ്റിൽമെന്റ് ചെയ്തു. പിന്നെ ഇനി ഞങ്ങൾ അടുത്തത് ഇങ്ങനെ നടക്കുക. വീണ്ടും അങ്ങോട്ട് അക്കോമഡേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഈ പള്ളി നോക്കിയേ എന്ത് ഭംഗിയെ കാണാം. ഇവിടെ വരുമ്പോ ഈ പള്ളിനെ ഇങ്ങനെ നോക്കി നിൽക്കാന്നു. അപ്പൊ നമ്മളെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇവിടെ നിർത്താൻ പോവാണ്. ഞാൻ അക്കോമഡേഷനിൽ ക്യാമറ ഒന്നും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ കിടന്ന് ഉറങ്ങണം. അപ്പൊ നമ്മള് ടാറ്റ. അടുത്ത വ്ളോഗുമായി നമുക്ക് വീണ്ടും കാണാം.